ഇടയ്ക്കിതിരാലോലും തോർക്കാൻ ഇവൻ എന്റെ പൊന്നു മാള് ഒന്ന് നിർത്തടി. രാവിലെ മുതൽ ചെവിതല കേൾക്കാൻ മേല. എന്താ പറഞ്ഞേ? പൊന്നു മോൾ ഈ ശുദ്ധ സംഗീതം ഒന്ന് നിർത്താവോ? കളിയാക്കിയതാണ് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ. എന്നിട്ട് ഈ കഷ്ടം മൊത്തം കേൾക്കുന്നത് ഞങ്ങൾക്കാണല്ലോ. അതെ, അടുത്ത ആഴ്ച മ്യൂസിക് കോമ്പറ്റീഷന് ഒരു ഫ്ലാറ്റാ സമ്മാനം. നിങ്ങളെയൊക്കെ ഫ്ലാറ്റിൽ കടത്താന്ന് ഞാനൊന്ന് അങ്ങ് ആഗ്രഹിച്ചു പോയി. ഫ്ലാറ്റ് ഒന്നും എനിക്ക് വേണ്ട മോളെ. ഫ്ലാറ്റിന്റെ വെളിയിൽ താഴോട്ട് നോക്കിയാ എനിക്ക് തല ഇറങ്ങും. എനിക്ക് ഈ വീടൊക്കെ തന്നെ മതി. അല്ല, നീ മ്യൂസിക് കോമ്പറ്റീഷന് പോകുന്നത് പാട്ടിന്റെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ്? അതെ, ഈ പാട്ട് പാടാനുണ്ടോ പഠിക്കൊന്നും വേണ്ട. അത് ജന്മസിദ്ധമായ ഒരു കഴിവാ. അല്ല, അതാരാ ഈ വീട്ടിൽ ഇത്ര ജന്മസിദ്ധമായിട്ട് കഴിവുള്ള ആള്? അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മ. ഒന്ന് ബോഡിയായിരുന്നു. എന്നാൽ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടല്ലോ. ഓ, ഈ നാട്ടുകാരുടെയൊക്കെ ഒരു കാര്യം. പണ്ട് ഈ നാട്ടിലെ എന്ത് മീറ്റിങ്ങും സമ്മേളനം ഒക്കെ ഉണ്ടായാലും അവസാനം എന്നെ കൊണ്ടേ പഠിപ്പിക്കത്തുള്ളൂ. എങ്ങനെയുള്ള പാട്ടുകാരിയായിരുന്നു ഇപ്പൊ മനസ്സിലായി. അല്ല അമ്മേ, ഒരു സംശയം. ഈ പാട്ടിലുണ്ടല്ലോ എത്ര രാഗങ്ങളുണ്ട്? രാഗങ്ങൾ ഒരുപാടുണ്ട്. പശുരാഗം, എരുമരാഗം, കാളരാഗം, തവളരാഗം എന്ന് പല രാഗങ്ങളും ഉണ്ട്. ഓ, നല്ല അറിവ്. എങ്കി അമ്മ പറ, ഇവളിപ്പൊ ഏത് രാഗത്തിലാ പാടിയത്? ഇവള് പാടിയത് രാഗമൊന്നുമല്ല, കോമാളിത്തരം. നമുക്കല്ല പാട്ടിനെ പറ്റി വല്ല അറിയാവോ? ഓ, വലിയ പാട്ടുകാരി. എനിക്കറിയാം. അമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഈ കാളരാഗം എരുമരാഗം എന്നൊക്കെ പറഞ്ഞത്. നാട്ടുകാരനോട് ഇത് മാത്രമല്ല പറഞ്ഞത്, വേറെ കുറെ കഥയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ടോ? ചേച്ചിക്കറിയാവോ അമ്മ എങ്ങനെ ഈ പാട്ട് നിർത്തിയെന്ന്? പണ്ടുണ്ടല്ലോ MLA വരെ ഇടപെട്ടിട്ടാ അമ്മ ഒന്ന് പാട്ട് നിർത്തിയത്. അതെന്താ അമ്മ MLA വരെ ഇടപെട്ട് നിർത്തിച്ച ആ സംഭവം? അതൊന്നും ഇല്ലടി. ഞാൻ രാവിലെ എഴുന്നേറ്റെന്നും സാധകം ചെയ്യുമായിരുന്നു. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ ശബ്ദ മലിനീകരണമെന്ന് പറഞ്ഞ് MLAക്ക് പരാതി കൊടുത്തു. അങ്ങനെ MLA നാട്ടുകാരും കൂടി എന്റെ പാട്ടെല്ലാം നിർത്തിച്ചു. എന്നിട്ട് അമ്മ പാട്ട് നിർത്തിയോ? എന്നിട്ട് ഞാൻ പാട്ട് നിർത്തിയില്ലടി. പിറ്റേ ദിവസം രാവിലെ ആരുമില്ലാത്ത റബ്ബർ തോട്ടത്തിൽ പോയി വീണ്ടും ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. എന്നിട്ട് എടി, ആ ഇറച്ചി വെട്ടുന്ന വർക്കിച്ചേട്ടനില്ലേ, പുള്ളി എന്റെ കഴുത്തേല് കത്തി വെച്ചപ്പോഴാണ് ഞാൻ പാട്ട് നിർത്തിയത്. കത്തി വെച്ചെന്നോ? അമ്മയുടെ കഴുത്തേലോ? ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഞായറാഴ്ച വെട്ടം നിർത്തിയിരിക്കുന്ന പോത്ത് അമ്മയുടെ പാട്ട് കേട്ടിട്ട് കയറും പൊട്ടിച്ചോടി ആ വർക്കിച്ചാൻ അടിച്ച് എന്നിട്ട് പറയുക, എന്നെ ഇന്ന് തന്നെ ഒന്ന് കൊന്നു തരാവൂന്ന്. അന്ന് വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ജാനകിയായിരുന്നു വർക്കിച്ചേട്ടൻ കത്തിമോനെ നിർത്തിയത്. എന്റെ പൊന്നു വർക്കിച്ചേട്ടാ, ഞങ്ങളിപ്പോ വർക്കിച്ചേട്ടനെ കാണുന്നത് ഈ കുടുംബത്തിന്റെ രക്ഷകനായിട്ടാ.